ഒമർ അബ്ദുള്ളയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ഒമർ അബ്ദുള്ള ട്വീറ്റിൽ ഇന്റർമിറ്റന്റ് സൗണ്ട്സ് ഓഫ് ബ്ലാസ്റ്റ് പ്രോബബ്ലി ഹെവി ആർട്ടിലറി ക്യാൻ നൗ ബി ഹേർഡ് ഫ്രം വേർ ഐ ആം. 8:32 പോസ്റ്റാണ്. 8:32 എക്സിലിട്ടിരിക്കുന്ന പോസ്റ്റാണ്. താൻ താമസിക്കുന്ന വീടിന് സമീപത്തായി തനിക്ക് കേൾക്കാൻ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാം എന്നുള്ളത് പ്രോബബ്ലി ഹെവി ആർട്ടിലറി ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റാണ്. അത് മുഖ്യമന്ത്രിയുടെ വെരിഫൈഡ് ട്വീറ്റിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകുന്നു. വെരിഫൈഡ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കും പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുക. 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ജമ്മുവില് ഇന്നലെ തുടങ്ങിയ അതേ സ്ഥലങ്ങളിൽ വീണ്ടും തുടർച്ചയായി സാംബ സെക്ടർ, ഫിറോസ്പൂർ, പൊഖ്രാൻ അതെ ഈ പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ജമ്മുവിലാണ് നിലവിൽ അതിർത്തി മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രിക്കോഷണറി ആണ്. ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. 3 ഇടങ്ങളിലാണ് ഇപ്പോൾ പാക് ഡ്രോണുകൾക്ക് നേരെ ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പാകിസ്ഥാൻ ഡ്രോണുകൾക്ക് സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ ഒമർ അബ്ദുള്ള ജമ്മുവിലാണുള്ളത്. അദ്ദേഹം ഈ പ്രശ്നബാധിത മേഖലകളൊക്കെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലിരിക്കുമ്പോൾ കേട്ടു എന്നുള്ളതാണ് 8:32 ഇട്ടിരിക്കുന്ന എക്സ് പോസ്റ്റിൽ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. നോക്കൂ, ഇന്നലെ സംഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ജമ്മുവിലാണ് തുടങ്ങിയത്, ഇന്നും തുടങ്ങിയത് ജമ്മുവിൽ. 36 കേന്ദ്ര നിലങ്ങളിലേക്കാണല്ലോ ഇന്നലെ ആക്രമണം അയച്ചുവിട്ടത്. അതേ ആക്രമണം എല്ലാം നമ്മുടെ S-400 ആണ് തകർത്തത്. അതുള്ളിടത്തോളം കാലം അങ്ങനെയുള്ള ആക്രമണം ഇന്ത്യ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അതിർത്തിയിൽ മുഴുവൻ ബ്ലാക്ക് ഔട്ട് വെച്ചിരിക്കുന്നത് തന്നെ. അതെ, ഇപ്പോൾ കാർഗിലിൽ രാവിലെ 5:30 വരെ ബ്ലാക്ക് ഔട്ടാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉധംപൂരിലും ബ്ലാക്ക് ഔട്ടാണ്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ പാക് ഡ്രോൺ കണ്ടു എന്നതാണ് ഇപ്പോൾ ANAയുടെ റിപ്പോർട്ടിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമുള്ളത് പാക് ഡ്രോൺ ടാർഗറ്റഡ് പത്താൻകോട്ട് അഗെയിൻ എന്നൊരു വാർത്ത ഇപ്പോൾ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോർഡർ ഏരിയാസിൽ ഇപ്പോൾ മുൻകരുതൽ എന്ന നിലയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനഗറിൽ സൈറൻ മുഴങ്ങി എന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, ശ്രീനഗറിൽ സൈറൻ മുഴങ്ങി എന്നുള്ളതാണ് NDTVയുടെ. പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശ്രമിച്ചിരിക്കുന്നത് സാംബ, അതോടൊപ്പം തന്നെ പൊഖ്രാൻ എന്നിവിടങ്ങളിലാണ്. സാംബയിലും പൊഖ്രാനിലും ഫിറോസ്പൂരിലും ഡ്രോൺ ആക്രമണം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഡ്രോൺ ആക്രമണങ്ങളെയെല്ലാം നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടാണ്. ഒമർ അബ്ദുള്ളയുടെ പോസ്റ്റ് ഇപ്പോൾ വരുന്നു. വീണ്ടും ഒരു പോസ്റ്റ് വരികയാണ്. അല്പസമയം മുമ്പിട്ട പോസ്റ്റാണ്. 8:45 എക്സിലുള്ള ട്വീറ്റിൽ പറയുന്നത്, ഇറ്റ് ഈസ് മൈ ഏർണസ്റ്റ് അപ്പീൽ ടു എവരിവൺ ഇൻ ആൻഡ് അറൗണ്ട് ജമ്മു, പ്ലീസ് സ്റ്റേ ഓഫ് ദി സ്ട്രീറ്റ്. തെരുവുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ എക്സ് ട്വീറ്റ് വരുന്നു. സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ തന്നെ ഇരിക്കുക. നിയറസ്റ്റ് പ്ലേസസ് യു ക്യാൻ കംഫർട്ടബിളി സ്റ്റേ ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ്. ഇഗ്നോർ റൂമേഴ്സ്, ഡോണ്ട് സ്പ്രെഡ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ഓർ അൺവെരിഫൈഡ് സ്റ്റോറീസ്. വി വിൽ ഗെറ്റ് ത്രൂ ദിസ് ടുഗദർ. നമ്മൾ ഇതിനെ ഒരുമിച്ച് മറികടക്കും എന്നാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 8:45 ഇട്ടിരിക്കുന്ന രാജ്യം ഒന്നാകെ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി ഈ സമയത്ത് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതേ ആശയം തന്നെയാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ളയും പങ്കുവച്ചിരിക്കുന്നത്. ജമ്മുവിലുള്ളവരെല്ലാവരും ഇപ്പോൾ തെരുവുകളിലാണ് നിങ്ങളുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നതാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വീടുകളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, അടുത്ത കുറച്ച് മണിക്കൂറുകൾ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാറുക എന്നതാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ഉറിയിലും ഇപ്പോൾ ഹെവി ഫയറിംഗ് എന്നാണ് വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ അതിർത്തി മേഖലകളിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ആണ് എന്നാണ് NDTV പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യുന്നത്. ANAയുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ ഡ്രോണുകൾ കണ്ടെത്തിയ ജമ്മു, സാംബ തുടങ്ങിയ മേഖലകളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ANI നൽകുന്നത്. പിയ സുനിൽ നമുക്കൊപ്പമുണ്ട് ഡൽഹിയിൽ നിന്നും. പിയ സുനിൽ, ഇന്നലെ തുടങ്ങിയ അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം തുടരുന്നത്. പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയാണ്. അതെ, ഇന്നലെ ടാർഗറ്റ് ചെയ്ത അതേ സ്ഥലങ്ങളാണ്. ഇന്നലെ ജയ്സാൽമീർ കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാജസ്ഥാനിലും അതിൽ പൊഖ്രാനില്, പത്താൻകോട്ടില്, സാംബയില്, ജമ്മുവില് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടക്കുന്നത്. ഒരേ തരത്തിലുള്ള ആക്രമണം ഒരേ സമയത്ത് പാകിസ്ഥാൻ തുടങ്ങുന്നു, അല്ലേ പിയ സുനിൽ?
അരുണ്, തീർച്ചയായും വ്യോമാക്രമണം ഇന്നും തുടർച്ചയായ രണ്ടാം ദിവസവും പാകിസ്ഥാൻ ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ ജമ്മു, സാംബ, പത്താൻകോട്ട് എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നു. ഏതായാലും ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യ തകർത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും എല്ലാ മേഖലകളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏതായാലും ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹെവി ഫയറിംഗ് ആണ് ഏതാണ്ട് എല്ലാ മേഖലകളിലും നടക്കുന്നത്. LOCയിലും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിൽ പോലും ഇപ്പോൾ പാകിസ്ഥാൻ ശക്തമായി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാർഗിലടക്കം എല്ലാ മേഖലകളിലും ഇപ്പോൾ ശക്തമായ വെടിവെപ്പുണ്ട്. ഉറിയിൽ ശക്തമായ വെടിവെപ്പ് തുടരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ശക്തമായി ഇന്ത്യൻ സേനയും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ശ്രീനഗറിൽ ഇപ്പോൾ സൈറൻ മുഴങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കുപ്വാരയിൽ ഹെവി ഷെല്ലിംഗ് നടക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയൊക്കെയാണോ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് അതിന് സമാനമായ രീതിയിൽ ഏതാണ്ട് ഇന്നും ശക്തമായി പാകിസ്ഥാൻ ഈ ആക്രമണ നീക്കവുമായി മുന്നോട്ട് വരുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ ഒരു വ്യോമാക്രമണ നീക്കം ഇന്നും ശക്തമായി നടത്തുകയാണ്. ഇന്ന് നമുക്കറിയാം പ്രതിരോധ സേനയും വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 36 കേന്ദ്രങ്ങൾ, ആ 36 കേന്ദ്രത്തിൽ ബട്ടിൻഡയിലെ സൈന്യത്തിൻ്റെ താവളം, ഒപ്പം തന്നെ 4 വിമാനത്താവളങ്ങൾ, ഇതൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു പാകിസ്ഥാൻ ഇന്നലെ ആക്രമണം നടത്തിയത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ഫയറിംഗ് നടക്കുന്നവിടെ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ശക്തമായ ഷെല്ലാക്രമണം നടത്തുന്ന ഇടങ്ങളിൽ ശക്തമായി അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആക്രമണ നീക്കത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ വലിയ ആക്രമണം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഈ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമൊക്കെ തന്നെ പാകിസ്ഥാൻ തുടരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, ആകാശത്ത് ഈ ഡ്രോണുകൾ കൂട്ടമായി വരുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ വാർത്താ ഏജൻസികളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. നിരവധി ഈ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ജമ്മുവിൽ പലയിടങ്ങളിലായി സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു. നമുക്കറിയാം ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഇപ്പോൾ ഒമർ അബ്ദുള്ളയുള്ളത്. അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നതാണ്. അപ്പോൾ ജമ്മുവിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ തകർക്കുന്ന ശബ്ദമായിരിക്കാം ഒരുപക്ഷെ ഇത്. ഏതായാലും ജമ്മുവിലും പ്രധാനപ്പെട്ട മേഖലകളിലുമൊക്കെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വരുന്ന ഡ്രോണുകളൊക്കെ തന്നെ ഇന്ത്യ തകർക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും കുപ്വാര, ഉറി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ നിലവിൽ പിയാസുനിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഇതൊരു 7 ലൊക്കേഷൻസിൽ, ഇപ്പോൾ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ 7 ലൊക്കേഷൻസ്, ഇന്നലെ 36 ലൊക്കേഷൻസിലായി 300 മുതൽ 400 വരെ ഡ്രോണുകൾ എന്നതാണ് MEA ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 7 ലൊക്കേഷൻസിൽ ഇതിനകം തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്.